സ്വന്തം മകളുടെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കാത്ത കേക്കച്ചൻ. ആരാണ് കേക്കച്ചൻ? പരമ്പരയുടെ 3-ാം ഭാഗം. ഈ സിനിമാ നടി രാഹുൽ ഗാന്ധിയുടെ ഒപ്പം യാത്ര ചെയ്യുന്നുണ്ടപ്പോൾ ഞങ്ങൾ ഈ കേക്കച്ചൻ്റെ ഈ എന്താ പറയുക ഈ ആഴത്തിലുള്ള ഈ പുത്രി സ്നേഹത്തെക്കുറിച്ച് പുറത്തൊക്കെ ഞങ്ങളൊക്കെ ഈ പാർട്ടിയിൽ 37 കൊല്ലം പ്രവർത്തിച്ച ഞങ്ങൾ നടക്കാൻ സമ്മതിക്കുന്നില്ല ഇയാൾ. മനസ്സിലായോ? വളരെ കാൽക്കുലേറ്റീവായിട്ട് വളരെ എന്താ പറയുക ഇത്രയും സ്ട്രാറ്റജിയോടുകൂടെ ദുഷ്ലാക്കോടുകൂടി ചതിയിലൂടെ ഈ പാർട്ടിയെ ഇല്ലായ്മ ചെയ്യുന്ന ഒരാളാണ്. MLA ആവുന്നതിന് മുമ്പുള്ള ഒരു ജീവിതം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ആ ടാക്കീസിന്റെ മുമ്പിലുള്ള ഒരു വീടുണ്ട്, അതൊന്നും സതീശൻ മറന്നു പോകരുത്. അയ്യപ്പ ടാക്കീസിന്റെ അടുത്തുള്ള ശിവക്ഷേത്രത്തിന്റെ അടുത്തുള്ള നെട്ടൂർ ശിവക്ഷേത്രത്തിന്റെ അടുത്തുള്ള ഒരു വീടുണ്ട്. മുകളിൽ നിന്നാണ് ഇതിന്റെ തുടക്കം എന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഫസ്റ്റ് എടുക്കേണ്ടത് ഇദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ്. 70 വയസ്സുള്ള വയസ്സിയായ എന്ന് പറഞ്ഞ് ഈ VD സെഷന് പരസ്യമായിട്ട് അവരെ അപമാനിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ കിളവിക്കൊക്കെ വീട്ടിൽ പോയിരിക്കണേ, ഭാര്യയ്ക്കും കുഞ്ഞിനും അല്ല, സ്വന്തം കുഞ്ഞിനും അല്ല കൊടുക്കുന്നത്, ഈ കുട്ടിയുടെ വായിൽ കേക്ക് വെച്ച് കൊടുക്കുന്നു. പിന്നെ വേറൊരു വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് അങ്ങനെ 3 കേക്ക് മുറിക്കൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ സ്വന്തം കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിക്ക് എത്ര പിറന്നാളിന്, അതിന് 28 or 29 വയസ്സായിട്ടുണ്ടാവും. ഇപ്പം എത്ര പിറന്നാളിന് ഈ അച്ഛൻ പിറന്നാൾ ആഘോഷിച്ചിട്ടുണ്ട് ആ കുട്ടിയുടെ. സ്വന്തം മകളുടെ ബർത്ത്ഡേക്ക് പോലും ഇന്നേ വരെ കേക്ക് മുറിച്ചിട്ടില്ലാത്ത കേക്കച്ചനാണ് മാനസപുത്രിമാരുടെ ജന്മദിനത്തിൽ ഓടി നടന്ന് കേക്ക് മുറിക്കുന്നത്. മിഷൻ 60യുടെ 39-ാം ദിനമായി ഇന്ന് സിമി റോസ്ബെലിന്റെ വെളിപ്പെടുത്തലുകൾ തുടരുന്നു. പരമ്പരയുടെ 3-ാം ഭാഗം. നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞ് ഈ അടുപ്പുകൂട്ടി ചർച്ചക്കാർ ചില ടീമുകളുണ്ട്. ഇവന്മാർക്ക് കൃത്യമായിട്ട് ഇവരെ വിലക്കെടുത്തൊരു കോക്കസ് ഉണ്ട്. എന്നിട്ട് ഇവരിത് സെറ്റ് ചെയ്യുകയാണ്. അതായത് ഈ പ്രധാനപ്പെട്ട ചാനലിലെ പ്രധാനികളുമായിട്ട് ഇവന്മാർ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ്, ഇവന്മാർക്ക് പണമോ ഇവന്മാർക്ക് എന്താണോ വേണ്ടത് ആവശ്യത്തിന് കൊടുത്തിട്ട് ഇവർ ഓരോ ദിവസവും ഇവർ പ്ലാൻ ചെയ്യും ഇന്നത്തെ ഡിസ്കഷൻ എന്തായിരിക്കണം, അതിൽ ആര് ഏത് പോയിന്റ്, ഈ ചാനലിൽ ഇയാൾ ഇരുന്ന് ഇത് സംസാരിക്കും, മറ്റേ ആൾ ഇത് സംസാരിക്കും. ഇങ്ങനെ കൃത്യമായിട്ട് ഒരു ഗെയിം പ്ലാൻ ഉണ്ടാക്കിയിട്ട് ഇതാണ് ഇവന്മാർ ഇരുന്ന് ഈ ഒരു ഓർക്കസ്ട്രേറ്റഡ് ഒരു PR ക്യാമ്പയിനാണ് ഈ ചെയ്യുന്നതെന്ന് ജനങ്ങൾ മനസ്സിലാക്കി. ഇവിടെ ഇരിക്കുന്ന ഒരു പ്രായമായ ഒരു വക്കീല്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വക്കീല, ഇയാളുടെ ഇപ്പോൾ പുള്ളി എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഇപ്പൊ സ്ഥിരം പണി എന്ന് പറഞ്ഞാല് ഈ വീഡിയോ പ്രൊമോട്ട് ചെയ്യുക. വീഡിയോ എന്തോ ആദർശത്തിന്റെ അപ്പോസ്തലനാണ്, പുള്ളി ആരുടെയും കാല് പിടിക്കാൻ പോകത്തില്ല, ആരെയും ഉമ്മ വെക്കാൻ പോകത്തില്ല, കെട്ടിപ്പിടിക്കാൻ പോകത്തില്ല, ഭയങ്കര ബോൾഡ് ആണെന്നൊക്കെ പറഞ്ഞ് ഇയാൾ ചെയ്യുന്ന നാണം കെട്ട പണി, ഇയാളെ കുറിച്ചൊക്കെ അത്യാവശ്യം ഒരു വില ഒരു ഒബ്ജക്റ്റീവ് ആണെന്ന് കരുതി ആള് പോലും ഇയാളുടെ വീട്ടിലുള്ള കുടുംബത്തിലുള്ള പല ആൾക്കാരും ഇവിടെ എൻ്റെ അടുത്ത് പറഞ്ഞത്, എൻ്റെ മൊബൈൽ എൻ്റെ കയ്യിലുണ്ട്, ആ റെക്കോർഡുണ്ട്, ഞാൻ പറയാം. ഈ സ്വന്തം കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിക്ക് എത്ര പിറന്നാളിന്, അതിന് 28 or 29 വയസ്സായിട്ടുണ്ടാവും. ഇപ്പം എത്ര പിറന്നാളിന് ഈ അച്ഛൻ പിറന്നാൾ ആഘോഷിച്ചിട്ടുണ്ട്, ആ കുട്ടിയുടെ എത്ര പിറന്നാളിന് ആ കുട്ടിക്ക് വായിൽ വെച്ചിട്ടുണ്ട്. കാരണം ആ കുട്ടി കരഞ്ഞുകൊണ്ട് പറയുന്നത് അച്ഛനോട് പറഞ്ഞതുണ്ട്. പിന്നെ ആ കുട്ടിയുടെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഒരു പെൻസിൽ പോലും വാങ്ങിച്ചു കൊടുക്കില്ല എന്ന്. അച്ഛന് സമയമില്ല, പാരന്റിങ്ങിന് സമയമില്ല. പാരന്റിങ്ങിന് സമയം കിട്ടാത്ത ഒരാളാണ് മറ്റേ സിനിമാ നടിയുടെ പിതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത്. അതാണ് എന്റെ അടുത്ത് ഈ സംഭവം. മുഖ്യമന്ത്രിയുടെക്കാളും വലിയൊരു ഔദ്യോഗിക വസതിയാണ് കന്റോൺമെന്റ് ഹൗസ് എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിന്റെ എന്ന് പറഞ്ഞാൽ ആരുടെയും ഒരു സ്വപ്ന വസതിയാണ്. അവിടെ പോലും സ്വന്തം കുടുംബത്തെയോ മകളെയോ കൊണ്ട് താമസിപ്പിക്കാതെ ഇയാൾ അവിടെ എന്ത് കച്ചവടമാണ് നടത്തുന്നത്? ഈ പാർട്ടിക്കാർ പോലും ചോദിക്കാത്ത എന്താണ് ഈ ഔദ്യോഗിക വസതിയിൽ നടക്കുന്ന കച്ചവടം എന്താണ്? ഇയാൾക്ക് അവിടെ ഒറ്റയ്ക്ക് താമസിച്ച് എന്ത് കച്ചവടമാണ് പുള്ളി നടത്തുന്നത്? ഇത് ആരും ഇതുവരെ ഓണത്തിന് സ്മൃതി പർത്തിക്കാടിന്റെ ഒപ്പം ഈ ഷെഫ് പിള്ളയുടെ ഒപ്പം ഇയാൾ ഓണസദ്യ കഴിക്കുന്നു. എല്ലാവരും സാധാരണ ഫാമിലിയുടെ ഒപ്പമാണ് ഓണം കഴിക്കുന്നത് ഇല്ലേ? കഴിഞ്ഞ തവണ സഹോദരങ്ങളുടെ ഒപ്പം. ഇങ്ങനെ ഇദ്ദേഹത്തിന് ആരോടാണ് കമ്മിറ്റ്മെന്റ് എന്ന് എനിക്കറിയില്ല. സ്വന്തം ഫാമിലിയോട് കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഒരാൾക്ക് ഒരു സിനിമാ നടി മകളെ പോലെയാന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ആളുകളുണ്ടല്ലോ, ആലുവ പറവൂരുള്ള ആളുകളൊക്കെ ചിരിക്കുവാണ്. എൻ്റെ അടുത്ത് അവരുടെ വീട്ടിൽ നിന്നൊരാളാണ് കാണിച്ചാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ സെർവൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കെതിരെ ഞാൻ അവരെ തല്ലി എന്ന് പറഞ്ഞാൽ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു ഇയാളുടെ ഏറ്റവും അടുത്ത ആളുകൾ മരട്ടിലുള്ള. അപ്പോൾ ഇങ്ങനെ എന്നെ ടാർഗറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് 1 വർഷമായി. അപ്പം ഞാനും ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ദൈവം എൻ്റെ മുമ്പിൽ കൊണ്ടു തന്നു. അതുകൊണ്ട് കൂടുതൽ പറഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തേണ്ടി വരും. മനസ്സിലായി? ഞാൻ എല്ലാവരുടെയും കുടുംബത്തിനെ ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാവരുടെയും കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ ഭർത്താവ് തിരക്കുള്ള ഒരാളാകുമ്പോൾ. പക്ഷെ മറ്റുള്ളവനെ ദ്രോഹിച്ച് മറ്റുള്ളവന്റെ കണ്ണുനീരിൽ ഇയാൾ തിമർത്താടുകയാണ്. ഇയാൾക്ക് എന്നെ കരയിപ്പിക്കാൻ പറ്റിയിട്ടില്ല. മനസ്സിലായി? അതുകൊണ്ട് എന്നെ മോനെ ഒന്ന് മുട്ടി നോക്കിയതാണ്. പക്ഷെ അവിടെയും ദൈവം എന്ന് പറഞ്ഞൊരു ശക്തി ഉണ്ടെന്ന് കാലം തെളിയിച്ച്. അതുകൊണ്ട് ഇയാൾ എന്തെല്ലാം ചെയ്താലും അതെല്ലാം ബൂമറാങ് പോലെ
ഇയാൾക്ക് തിരിച്ചു വരും. ഇപ്പം ജനങ്ങളോട്, അതായത് ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന വ്യക്തിയോട് ഇപ്പം നമ്മൾ അറിയാവുന്ന കുറേ പ്രധാനപ്പെട്ട ഈ സമയത്തിൻ്റെ അത് അല്ലെങ്കിൽ 35 വർഷത്തെ നീണ്ട ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈം കൊണ്ട് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഇവിടുത്തെ ജനങ്ങളോട്, അതായത് i2 ന്യൂസ് ശ്രദ്ധിച്ചാൽ കാണാം, ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അമ്മമാരും സഹോദരങ്ങളും ആ കരഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. ഈ മറ്റൊന്നും കൊണ്ടല്ല, ഈ പ്രസ്ഥാനത്തെ അവർ നെഞ്ചിലേറ്റിയ തലമുറകളായിട്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് സകല കഷ്ടതകളും സഹിച്ച് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നിന്നവർ ഇന്ന് നീറുകയാണ്, വേദനിക്കുകയാണ്. കാരണം ഇത്രയും വിജയം ഉറപ്പിച്ചിരുന്ന ഒരു അവസ്ഥ തന്നെ ഇയാളുടെ ഈ പണി കൊണ്ട് ഈ പ്രസ്ഥാനം മാറുന്നു, ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ആളുകൾ വിട്ടുപോകുന്നു, വോട്ട് ചെയ്യത്തില്ല, നോട്ടയ്ക്ക് വോട്ട് ചെയ്യുന്നു, ഈ അവസ്ഥയിലേക്ക് എത്തുന്നത് കാണുമ്പം നമുക്ക് ഈ പബ്ലിക്കിനോട് അന്നേരം അവരോട് നമുക്ക് ചുരുക്കി ഇയാളെ കുറിച്ച്, ഈ കേക്കച്ചനെ കുറിച്ച് എന്താണ് നമുക്ക്? കാരണം ഈ എന്നെയും ഞങ്ങളൊക്കെ ഒന്നും ബാഡ്ജ് തരാതെയാണല്ലോ ഈ രാഹുൽ ഗാന്ധിയുടെ യാത്ര. ഈ സിനിമാ നടി രാഹുൽ ഗാന്ധിയുടെ ഒപ്പം യാത്ര ചെയ്യുന്നുണ്ടപ്പോൾ ഞങ്ങൾ ഈ കേക്കച്ചൻ്റെ ഈ എന്താ പറയുക, ഈ ആഴത്തിലുള്ള ഈ പുത്രി സ്നേഹത്തെക്കുറിച്ച് കുറച്ചൊക്കെ ഞങ്ങളൊക്കെ ഈ പാർട്ടിയിൽ 37 കൊല്ലം പ്രവർത്തിച്ച ഞങ്ങൾ നടക്കാൻ സമ്മതിക്കുന്നില്ല ഇയാള്, മനസ്സിലായോ? അതുപോലെ എത്രയോ ആളുകൾ, അതായത് ഈ സാധാരണ രാഹുൽജി വരുമ്പോൾ ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ളത് സാധാരണ പ്രവർത്തകർക്ക് MLA ആവണ്ട, MP ആവണ്ട, ഇവൻ പഞ്ചായത്ത് മെമ്പർ പോലും ഉണ്ട്, അവർക്ക് കോൺഗ്രസിന്റെ ഒരു വികാരമാണത്. എത്രയോ പേരാണെന്ന് എന്നോട് പറഞ്ഞത്, ഇയാൾ ആട്ടി ഓടിക്കുമായിരുന്നു നിർത്താനായിട്ട്. ട്രിവാൻഡ്രത്തുനിന്ന്, കോട്ടയത്തുനിന്ന് എത്രയോ പേര് ഞങ്ങളുടെ ബാച്ചിൽ, KC വേണാലിൻ്റെ ബാച്ചിലൊക്കെ ബ്ലോക്കിലുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, വളരെ വിഷമത്തിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ആദ്യം രമേശ് ചെന്നിത്തലയുടെ ബാച്ചിനെ ഫിനിഷ് ചെയ്തു, അത് കഴിഞ്ഞ് പിന്നെ KCയുടെ ബാച്ചിൽ ഇപ്പം തങ്കപ്പൻ പാലക്കാട് DCC പ്രസിഡന്റാണ്, അദ്ദേഹത്തിനെ മാറ്റാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു, പക്ഷെ നടന്നില്ല, മനസ്സിലായി? അങ്ങനെ ഓരോ ആളുകളെ, അപ്പം KCയുടെ കൂടെ ആരും നിൽക്കില്ലല്ലോ, KCക്ക് ആയക്കൂടെ ഒരു DCC പ്രസിഡന്റാണ് ഉള്ളത്. ഇങ്ങനെ വളരെ കാൽക്കുലേറ്റീവായിട്ട്, വളരെ എന്താ പറയുക, ഇത്രയും സ്ട്രാറ്റജിയോടുകൂടെ, ദുഷ്ലാക്കോടുകൂടി, ചതിയിലൂടെ ഈ പാർട്ടിയെ ഇല്ലായ്മ ചെയ്യുന്ന ഒരാളാണ്, ഇല്ലേ? പന്തളം സുധാകരന്റെ ബാച്ചിലുള്ള ആരെങ്കിലും ഉണ്ടോ? പന്തളം സുധാകരൻ തന്നെ വിസ്മൃതിയിലായി. ഈ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്മാരുടെ അവസ്ഥകളാണ്. ഇനി KCനെ എന്നാണ് പിന്നിൽ നിന്ന് കുത്തുന്നതെന്ന് അറിയില്ല. അതായത് സ്വന്തം അനിയനെ പോലെ കൊണ്ടു നടന്ന് MLA ഹോസ്റ്റലിൽ ഭക്ഷണത്തിൻ്റെ തെണ്ടി തിരിഞ്ഞ കാലത്ത് ഈ രമേശ് MLA ആയിരുന്നല്ലോ, ആ സമയത്തൊക്കെ എന്തുമാത്രം സഹായങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയാവോ? ഈ MLA ഹോസ്റ്റലിൽ ഇയാൾ താമസമായിരുന്നു. ട്രിവാൻഡ്രത്ത് വരുമ്പോൾ റൂമിൽ പൈസ ഇല്ലല്ലോ, MLA ആവുന്നതിന് മുമ്പുള്ള ഒരു ജീവിതം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ആ ടാക്കീസിന്റെ മുമ്പിലുള്ള ഒരു വീടുണ്ട്, അതൊന്നും സതീശൻ മറന്നു പോകരുത്. അയ്യപ്പ ടാക്കീസിന്റെ അടുത്തുള്ള, ശിവക്ഷേത്രത്തിന്റെ അടുത്തുള്ള, നെട്ടൂർ ശിവക്ഷേത്രത്തിന്റെ അടുത്തുള്ള ഒരു വീടുണ്ട്. അല്ലാണ്ട് വലിയ ഈ എറണാകുളം ജില്ലയിലെ വലിയ മാടമ്പി കുടുംബമൊന്നും അല്ല. അപ്പൊ വന്ന വഴിയൊക്കെ മറക്കുവാണ്. എന്തുകൊണ്ടും ഈ രാജഭരണമാണോ? ഇയാളെ എങ്ങനെ പേടിപ്പിച്ച് നിർത്താം, സ്തംഭിപ്പിച്ച് നിർത്താം, പട്ടിയാട്ടുന്ന പോലെ ആട്ടുക പ്രവർത്തകരെ. ഞങ്ങളൊക്കെ എത്രയോ ലീഡറെ കണ്ടിട്ടുണ്ട്. അതുപോലെ ഓരോ തെന്നല ബാലകൃഷ്ണ പിള്ള സാർ, എത്രയോ സൗമ്യ മുഖങ്ങളെ കണ്ടിട്ടുണ്ട്. എത്രയോ പേര്, ഈ രമേശ് ചെന്നിത്തലയാണെങ്കിലും അതുപോലെ ഒരു ലീഡേഴ്സും ആളുകളിങ്ങനെ പട്ടിയെ പോലെ ആട്ടുന്നത് ഞാൻ എൻ്റെ 37 വർഷത്തെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒരു ഭരണഘടനാ പദവിയിലിരുന്ന എൻ്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ഇതിലുള്ള സാധാരണ സ്ത്രീകളുടെ അവസ്ഥ എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ CPM-ആയിട്ട് ഗൂഢാലോചന നടത്തി, ഇയാളങ്ങ് അലിഗേഷൻ എടുക്കുക. ഞാൻ എന്ത് ഗൂഢാലോചന നടത്തിയെന്നാ പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, എൻ്റെ കൂടെയുള്ള എല്ലാവരും, ഭക്ഷ്യ കമ്മീഷൻ ചെയർപേഴ്സണാണ് ജിനു സക്കറിയ, ഞങ്ങളുടെ ചെയർമാൻ, വഖഫ് ബോർഡ് ചെയർമാനാണ്, എത്രയോ പേര്, ലോപ്പസ് മാത്യു സാറ്, ആ കേരള കോൺഗ്രസിന്റെ സമുന്നത നേതാവാണ്, ഇസ്മായിൽ സാറ് മുസ്ലിം ലീഗ്, ഇവർക്കൊക്കെ പാർട്ടിയിൽ പ്രവർത്തിക്കാം, ഗവൺമെന്റിന്റെ പോർട്ട്ഫോളിയോയിൽ വരാം, ബോർഡിൽ വരാം, എല്ലാം വരാം. എന്നെ മാത്രം ഇയാളങ്ങോട്ട് വിലക്കേക്കുവാണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു വിഷയത്തിലൂടെ ഞാൻ നമ്മുടെ ഒരു പ്രതികരണം അറിയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പം രാഹുൽ വിഷയം നമുക്കറിയാം, 45 ദിവസമായി ഇങ്ങനൊരു ആരോപണം വരുന്നു, തൊട്ടടുത്ത ദിവസം നടപടിയെടുക്കുന്നു, അങ്ങനെ പോകുന്നു. നിലവിൽ ഇതുവരെ റിട്ടേൺ വിക്ടിംസിൻ്റെ റിട്ടേൺ പരാതിയില്ല, ആ തരത്തിലുള്ള FIR-ഇല്ല, തെളിവുകളില്ല. എന്നിട്ടും സകലരും ഇടതുപക്ഷം ഇത് നിർത്തി, BJP നിർത്തി, ഇപ്പോഴും ഈ വിഷയത്തിൽ ഇയാൾക്കെതിരെ ശിക്ഷാ നടപടിയൊന്നും റിവോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റൊരു ഒന്നും ചെയ്തിട്ടില്ല. ഇതിങ്ങനെ അനന്തമായി തുടർന്ന് കൊണ്ടുപോയാൽ ഇത് എന്ത് ലക്ഷ്യത്തോടെയായിരിക്കാം? ഇത് പാർട്ടിക്ക് ഡാമേജ് ചെയ്യുമെന്ന് ഉറപ്പായിട്ട് പോലും എന്തുകൊണ്ടാവാം ഇപ്രകാരം ഇയാൾ
ഇത് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകുന്നത്? അല്ല, എൻ്റെ അഭിപ്രായത്തിൽ സതീഷിനെതിരെയുള്ള പരാതി പറഞ്ഞിട്ടുണ്ടല്ലോ ആ സ്ത്രീ, അതിന്റെ പേരിൽ ഫസ്റ്റ് കേസ് ഇത് മുകളിൽ നിന്നാണ് ഇതിന്റെ തുടക്കം എന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഫസ്റ്റ് എടുക്കേണ്ടത് ഇദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ്. എന്നോട് ഒരുപാട് പേര് പറഞ്ഞു വെർബൽ അബ്യൂസ് ചെയ്തതിന്റെ റെക്കോർഡ് തരാമെന്ന് പല ചാനലുകാരും പറഞ്ഞിട്ടുണ്ട്. പരസ്യമായിട്ട് എന്നെ അപമാനിച്ചത്, നമ്മളെ പേഴ്സണലി അപമാനിച്ചത് ഓൾറെഡി ഉണ്ട്. കേസ് കൊടുക്കാൻ ഒത്തിരി പേരാ എന്നെ നിർബന്ധിക്കുന്നത്, മനസ്സിലായോ? ഒരുപാട് പേര്. ഇയാൾ ആരാന്ന് എന്നെ വെർബൽ അബ്യൂസ് ചെയ്യാനായിട്ട്? ഇയാൾ ആരാ? ഞാൻ ഇയാളുടെ ചെലവിൽ ജീവിച്ചിട്ടുണ്ടോ? ഇയാളുടെ ചെലവിൽ ജീവിക്കുന്ന സ്ത്രീകളൊക്കെ ഇയാൾക്ക് എന്തും പറയാം, എന്ത് ചെയ്യാം, ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ എന്നെ അടുത്ത് ഇയാൾ എന്തിനാണ് ഇങ്ങനെ വാളും കൊണ്ട് നടക്കുന്നത്? ഈ രാജീവ് ചന്ദ്രശേഖർ, BJP-യുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ്, മുൻ കേന്ദ്രമന്ത്രി, എന്നെ പുറത്താക്കിയതിന് ചോദ്യം ചെയ്ത്, ആനി രാജ ചോദ്യം ചെയ്തു, ഗോവിന്ദൻ മാഷ് ചോദ്യം ചെയ്തു, DYFI-യും ഓൾ ഇന്ത്യ യൂത്ത് ഫെഡറേഷനും അയാളുടെ ഔദ്യോഗിക വസതി ഉപരോധിച്ച്, ജനാധിപത്യ മഹിള. അതുകൊണ്ട് എനിക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാന്നൊന്നും വിചാരിക്കരുത്. പിന്നെ ഞാൻ പോയില്ല, ഞാൻ എൻ്റെ പാർട്ടീനെ സ്നേഹിച്ചു, ഇല്ലേ? ഉമ്മൻചാണ്ടി സാറിൻ്റെ ആത്മാവിൻ്റെ തലയ്ക്ക് മീതെ നിൽക്കുവാണ്, കെ കരുണാകരൻ്റെ ആത്മാവിൻ്റെ തലയ്ക്ക് മീതെ നിൽക്കുവാണ്. എന്നെ സ്നേഹിച്ച ഒരുപാട് പേരുണ്ട്, എനിക്ക് ചോറ് തന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ താങ്കൾക്ക് മനസ്സിലായില്ലേ? റോസക്കുട്ടി ടീച്ചർ 70 വയസ്സുള്ള വയസ്സിയായ എന്ന് പറഞ്ഞ് ഈ VD സെഷന് പരസ്യമായിട്ട് അവരെ അപമാനിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ കിളവിക്കൊക്കെ വീട്ടിൽ പോയിരിക്കണേ. ശ്രീ പിണറായി വിജയൻ അവരെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്നു, അവരെ വനിതാ വികസന കോർപ്പറേഷന്റെ ചെയർപേഴ്സൺ ആക്കി. മനസ്സിലായോ? ഈ ഷഷ്ടിപൂർത്തി കഴിഞ്ഞ VD സതീശന് സ്ത്രീകളെ കാണുമ്പോൾ ഭയങ്കര പുച്ഛമാണ്, മനസ്സിലായോ? 50 വയസ്സിന് താഴെയാണ് ആ പുള്ളിയുടെ ഒരു കാറ്റഗറി, മനസ്സിലായോ? പിന്നെ ശോഭന ജോർജ് ഔഷധി ചെയർപേഴ്സൺ ആയിരുന്നു, ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാൻ ആയിരുന്നു. ഇവിടെ നിന്ന് പോയിട്ടുള്ള എല്ലാവർക്കും മാന്യമായ ക്യാബിനറ്റ് റാങ്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. ഷഹിദ കമാൽ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ്. പിന്നെ തല മുണ്ടനം ചെയ്തു പോയ നമ്മുടെ കോട്ടയത്തുള്ള ലതിക സുഭാഷ് ഫോറസ്ട്രി ബോർഡ് ചെയർപേഴ്സണാ. ഒന്നും വേണ്ട, വികലാംഗിയാണെന്ന പേര് പറഞ്ഞിട്ട് പരിഹസിക്കപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ നേതാവുണ്ട്, മറ്റേ ഷാലി, ആ കുട്ടി കൊല്ലത്തുള്ള ജയ ഡാർലി വികലാംഗ കോർപ്പറേഷന്റെ ചെയർപേഴ്സൺ ആണ്. യൂത്ത് കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിരുന്ന പ്രശാന്ത് ഇന്ന് ദേവസ്വം ബോർഡിന്റെ ചെയർമാനാണ്. എൻ്റെ കൂടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന അനിൽകുമാർ മറ്റൊരു ബോർഡിന്റെ ചെയർമാനാണ്. ഇതിൽ പോയിട്ടുള്ള എല്ലാവരും അവരെ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കെന്താ ഒരു സ്റ്റേറ്റ് കാർ കിട്ടില്ല എന്ന് VD സതീശൻ വിചാരിച്ചു? ഇതിൽ നിന്നും സത്യം പറഞ്ഞാൽ പോകുമായിരുന്നെങ്കിൽ ഇത്രത്തോളം നമുക്കും ഒരു അവസരം കിട്ടുമായിരുന്നിരിക്കെ നമ്മൾ ഇപ്പോഴും ഈ പ്രസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നാളെ ഒരു മടങ്ങിവരും ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതുപോലുള്ള വിഷസർപ്പങ്ങൾ ഇരിക്കുമ്പോൾ എന്തുകൊണ്ട് അപ്രകാരം ഒരു പദവികൾ മേടിച്ച്? ഞാൻ പറയട്ടെ, ഞാൻ പ്രാർത്ഥിക്കുന്ന, എൻ്റെ കുഞ്ഞുനാളിൽ മുതൽ പ്രാർത്ഥിക്കുന്ന ഈ ജപമാല അതിൻ്റെ ഉത്തരം എനിക്ക് തരും. നാരകീയ സർപ്പത്തിൻ്റെ തല തെറിപ്പിക്കുന്ന ശക്തിയുള്ള ഈ ജപമാല അതിനുത്തരം പറയും. ക്രിസ്ത്യൻ നേതാക്കൾ ഇല്ല എന്ന് പറഞ്ഞ് ഇയാൾ വിഷമിക്കുന്നുണ്ടല്ലോ. ഇയാൾ ഒരു KPCC പ്രസിഡന്റിനെ കൊണ്ടുവരാൻ നോക്കിയല്ലോ. ഡൽഹിയിൽ വളരെ സ്വാധീനമുള്ള ക്രിസ്ത്യൻ വനിതകളോട് ഇയാൾ കാണിക്കുന്നത് എന്താ? ഇയാൾക്ക് സാമ്പത്തിക തട്ടിപ്പിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ഒരു ക്രിസ്ത്യൻ വനിത മാത്രം മതിയോ? മറ്റുള്ള ക്രിസ്ത്യൻ വനിതകൾക്കൊന്നും ഈ പാർട്ടിയിൽ പ്രവർത്തിക്കണ്ടേ? NSS പോയി, SNDP പോയി. ഇപ്പം ഷൈൻ ടീച്ചറിൻ്റെ വിഷയത്തിൽ എനിക്ക് തോന്നുന്നു കോട്ടപ്പുറം രൂപതയും വരാപ്പുഴ രൂപതയും നല്ല പണി കൊടുക്കും. ഇയാൾ മറ്റുള്ളവരുടെ പേഴ്സണൽ, ഇയാളാണെന്ന് അവസാനം അത് തെളിഞ്ഞില്ല. ഇയാളാണ് ഇതിന്റെ പിന്നിൽ, ഇയാളുടെ മണ്ഡലം സെക്രട്ടറിയും ഇയാളും കൂടെ ആസൂത്രണം ചെയ്ത്. കണ്ടോ, ഷിയാസിന്റെ വാക്കുകളും ഇയാളുടെയും എല്ലാം നോക്കുമ്പോൾ 14 ദിവസം മുമ്പ് ഞങ്ങൾ ഇതെല്ലാം അറിഞ്ഞു പണി തുടങ്ങിയതാന്ന് ഇവന്മാര് തന്നെയല്ലേ പറഞ്ഞത്? അതെ. അല്ല, ദീപ്തി മേരി വർഗീസ് പറഞ്ഞല്ലോ, ടീച്ചർ അത് നിഷേധിച്ചല്ലോ. ഷൈൻ ടീച്ചർ ഇന്നലെ പറഞ്ഞേക്കുവാണ് ഷൈൻ ടീച്ചർ നിഷേധിച്ചിട്ടില്ല എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കണ്ണില് വലിയ ഈ മന്ദുള്ളവരാണേ മറ്റുള്ളവരുടെ കണ്ണിലെ കോലെടുക്കാൻ നടക്കുന്നത്. രാഹുൽ വിഷയത്തിൽ ശരിക്ക് ഇയാൾ പരാജയപ്പെട്ടില്ല, അല്ലെ ഇയാൾക്ക് പണി കിട്ടിയോ? എന്താണ് നമ്മുടെ ഒരു ഒപ്പീനിയൻ? അയാൾ വിതച്ചത് കൊയ്തു എന്നാണ് അതിൻ്റെ ഉത്തരം. വിതച്ചത് കൊയ്തു. രാഹുലിൻ്റെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. രാഹുൽ പത്മജ വേണുഗോപാലിനോട് മാപ്പ് പറയണം. രാഹുൽ അറിഞ്ഞോ അറിയാതെ ഒരു കാര്യം ആ കല്യാണിക്കുട്ടി അമ്മ എന്ന പുണ്യവതിയായ ഒരു ആത്മാവിനോട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ദോഷം രാഹുലിനുണ്ട്. അത് തീർക്കണം. മാപ്പ് പറഞ്ഞാൽ തീരാത്ത മഹായുദ്ധങ്ങളിൽ സന്ധി ഉണ്ടാവാറില്ലേ?
അത് രാഹുലിന്റെ ഭാഗത്ത് വന്ന ഒരു തെറ്റ് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം ഈ പ്രസ്ഥാനത്തോടുള്ള ഒരു ആത്മാർത്ഥത കൊണ്ട് അപ്രകാരം അതായത് സ്വന്തം പാർട്ടിയിൽ നിന്നും അങ്ങനെ ഒരു ക്രൂഷ്യൽ സമയത്ത് പോയ കൊണ്ടുള്ള ഒരു വികാരത്തിൽ അദ്ദേഹം പറഞ്ഞതായിക്കൂടെ? അതിനെ ഒരു എലമെന്റ് ഈ ആത്മാർത്ഥത കൂടിയതിന്റെ, അതായത് ഒന്നോർക്കണം, സ്വന്തം പേഴ്സണൽ കാര്യത്തിന് വേണ്ടിയില്ല, പാർട്ടിയോടുള്ള, അല്ലെങ്കിൽ ഓരോരുത്തരും പത്മജയെ പോലെയുള്ള ഒരാൾ അപ്പുറത്തേക്ക് മറുകണ്ഠം ചാടി പോകുമ്പോൾ സാധാരണക്കാരായ ഒരു പ്രവർത്തകരോ പാർട്ടി പ്രവർത്തനോ പറയുവാൻ ആഗ്രഹിച്ചത് രാഹുലിനോട് വന്നതായിരിക്കില്ല ഒരു പക്ഷേ അത്. എന്നാലും ഞാൻ പറയട്ടെ, ഒരു മരിച്ചുപോയ ഒരു ആത്മാവിനെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല. അത് തിരുത്തണം. എനിക്ക് ഞാൻ ഇതിലൂടെ ഞാൻ രാഹുലിനോട് ആവശ്യപ്പെടാണ്, ആ ഒരു ശാപം ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ഈ ചർച്ച, അതായത് വി ഡി സതീശൻ എന്ന ഈ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഈ ഇന്നർ സർക്കിളിൽ, പാർട്ടിയുടെ ഇന്നർ സർക്കിളിൽ ഇയാളൊരു ഒതുക്കീശനാണെന്നും ഇദ്ദേഹം ആരെയും വെട്ടിനിരത്തുന്നതും ഇയാളുടെ തന്ത്രങ്ങളും എല്ലാം അതിൻ്റെ വിക്ടിംസ് ഉണ്ട്, അതെല്ലാം ആ പാർട്ടി തലങ്ങളിൽ നിന്ന് ചർച്ച ചെയ്യപ്പോൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ പാർട്ടിയെ എല്ലാം ഒതുക്കി ഇദ്ദേഹം വലിയൊരു ലക്ഷ്യത്തോടെ ഇയാൾ മുന്നോട്ട് കുതിക്കുകയാണ്. അന്നേരം അതിൻ്റെ എല്ലാം സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനത്തെ സാധാരണക്കാരായ ജനങ്ങളാണ്. അന്നേരം ഇതുപോലൊരു വിഷസർപ്പമാണ്, അതായത് സകലരെയും ഒരു മനസാക്ഷിയും ഇല്ലാതെ കൂടെ നിന്നവരെ വെട്ടിനിരത്തി നശിപ്പിച്ച് സകലരുടെയും ശാപവും ഏറ്റുവാങ്ങി ഇയാളുടെ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന ഇയാളെ ആ ബിറ്റ്വീൻ ദ ലിപ്പ് ആൻഡ് കപ്പ് എന്ന് പറഞ്ഞ പോലെ ആ സമയത്തിനുള്ളിൽ തന്നെ ഇത് ദൈവത്തിൻ്റെ ഒരു ശക്തമായ ഒരു അടി, അതായത് ഇവൻ ആരാണെന്ന് ഇവൻ്റെ മെറ്റൽ പ്രൂവ് ചെയ്യാൻ പറ്റാവുന്ന, ജനങ്ങൾക്ക് വെളിവാക്കാൻ പറ്റാവുന്ന തരത്തിലുള്ളൊരു അവസ്ഥ ഉണ്ടാകുകയും അത് ഇത്രയും കാലം സഹിച്ച് ക്ഷമിച്ച് മനസ്സിൽ കൊണ്ടു നടന്ന നമ്മൾ അത് ഇതുപോലൊരു മാധ്യമത്തിലൂടെ വെളിയിലൂടെ വിടുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇത് ദൈവേച്ഛയാവാം. കാരണം ഇതുപോലുള്ളൊരു വിഷയം ഞാൻ 5 വർഷമാണ് ഇയാളുടെ വേർബൽ അബ്യൂസ് സഹിച്ചത്. അപ്പോൾ രമേശ് ആയാലും KC ആയാലും പാർട്ടിക്ക് പ്രശ്നമല്ലേ നമ്മളത് പറഞ്ഞു. അവസാനമാണ് ഞാൻ പുറത്ത് പറയുന്നത് വെച്ചാൽ എനിക്ക് മനസ്സിലായി ഇയാളിങ്ങനെ എല്ലാവരും സരിന്നെ ചീത്ത പറയുന്നത്. ഇയാൾ ആരാണ് ഇങ്ങനെ എല്ലാവരും ചീത്ത പറയാൻ? തെറി പറയാതെ തെറി പറയുക, അതാണ് അയാളുടെ ഒരു ശൈലി. അതായത് ഇദ്ദേഹത്തിന്റെ ഒരു പൊട്ടൻഷ്യൽ ത്രെട്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സംഭവം, അതായത് ഇദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു തലത്തിൽ ഇദ്ദേഹം ഒരു പൊട്ടൻഷ്യൽ ത്രെട്ടാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ തീർക്കുന്നത് വരെ, അതായത് അവരുടെ സർവനാശം വരുന്നിടം വരെ ഇദ്ദേഹത്തിന്റെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഇദ്ദേഹത്തിന്റെ ഒരു 10-20 കൊല്ലത്തെ ഓരോ സ്റ്റേജിലുള്ള വീഡിയോസും ബോഡി ലാംഗ്വേജിലും നമ്മൾ അസസ് ചെയ്യുമ്പോഴത്തേക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞാൽ ഇയാൾ ആ ഓരോ ഫേസ് ഉണ്ട്. ആ ഇൻട്രഡക്ടറി സ്റ്റേജ് ഇയാൾ അവസാനം ആ തീർക്കുന്നത് വരെ ഇയാൾ ഒരു ഭ്രാന്തമായ ആവേശത്തോടെ ആയിരിക്കും ഓരോരുത്തരെയും തീർത്തിട്ടുള്ളത്. അന്നേരം ഈ രാഹുലിന്റെ കാര്യത്തിലാണെങ്കിലും ഒരു മീഡിയ പ്രവർത്തനം കഴിഞ്ഞ ദിവസം ചോദിക്കുന്നത്, രാഹുൽ വിഷയം എന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു മുഖത്തൊരു പരമ പുച്ഛം വെച്ച് ഒരു വല്ലാത്തൊരു തലകാല ബോധം നഷ്ടപ്പെട്ട പോലെ പറഞ്ഞത് ഗവൺമെന്റിന് പ്രശ്നമാണെന്ന്. ഈ ഗവൺമെന്റാണ് ഇതിന് ഉത്തരവാദി. അപ്പൊ അതിന്റെ അകത്ത് ആളുകൾ എഴുതിയിട്ടുണ്ട് ഇവന് പ്രാന്താണോ. അതെ, ഇപ്പം സത്യം പറഞ്ഞാൽ യഥാർത്ഥത്തില് ഈ ഏതാണ്ട് ഇതെന്റെ കയ്യിലായി എന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം തകർന്നു പോയൊരു ഭ്രാന്തൽ, ഇയാളുടെ സമനില തെറ്റിയ പോലാണ് ഇദ്ദേഹത്തിന്. അതൊന്നുമല്ല. കഴിഞ്ഞ സെപ്റ്റംബർ 1 ഇയാൾ എന്നെ അങ്ങ് പുറത്താക്കിയതിന് ഇയാൾ ആഹ്ലാദിച്ച് അമർദ്ദിച്ച് ഇയാൾ പറഞ്ഞ അവളെ DCC അവളെ പൊട്ടിക്കരയുന്ന ഇപ്പൊ കാണാന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ച് തന്നെ. ഞാൻ നല്ല ചിരിച്ചോണ്ടാണ്, കാരണം എനിക്ക് പിന്തുണ നൽകാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരുപാട് പേരുണ്ടായിരുന്നു. ആ ഒരു ധൈര്യം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിച്ചത്. മനസ്സിലായോ? എനിക്ക് ഓരോരുത്തർ പോയിന്റ്സ് പറഞ്ഞു തരുമായിരുന്നു. ഞാൻ എൻ്റെ ഒരു കസിൻ്റെ അടുത്തായിരുന്നു, ഞാൻ തൃശ്ശൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം തിരിച്ച് ഞാൻ വരുന്നവരെ ആ അങ്കമാലിയിൽ നിന്നാണ് തിരിച്ചു വരേണ്ടി വന്നത്. കാരണം എന്നെ ഏഷ്യാനെറ്റിലെ കമലേഷാണ്, എനിക്ക് രേഖാമൂലം ഇന്നുവരെ കിട്ടിയിട്ടില്ല എന്നെ പുറത്താക്കിയത്. മനസ്സിലായി? ഇയാൾ ആ സ്ത്രീകളുണ്ടല്ലോ തലയിൽ പൂടേണ്ടാന്ന് തപ്പി നോക്കുന്ന സ്ത്രീകളെ കൊണ്ട് പരാതി കൊടുത്തതാ. ഞാൻ അവരെ പറ്റി ആരെക്കുറിച്ചും മോശമായിട്ട് പറഞ്ഞിട്ടില്ല, ഒരാളെക്കുറിച്ചും വ്യക്തിഹത്യ നടത്തിയിട്ടില്ല. അവരെക്കുറിച്ച് ഞാൻ മോശമായിട്ട് പറഞ്ഞു എന്നാണ് പറയണേ. മനസ്സിലായോ? അന്ന് വിശദീകരണം ചോദിക്കണ്ടേ എന്താ പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ ഈ സ്ത്രീകൾ പൂട തപ്പി നോക്കുന്ന ഈ സ്ത്രീകൾ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഇവിടം വരെ എത്തിയപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഫോൺ കോൾസ്, മെസ്സേജ്, അപർണ കുർബാണി എന്നോട് പറയുക, അയ്യോ ഇൻ്റർവ്യൂ ചേച്ചി കൊടുക്കാതിരിക്കാൻ വേണ്ടി ഡൽഹിയിൽ നിന്ന് വരെ കോള് വന്നേക്കുവാണ്, ഈ നാളെ മുഖ്യമന്ത്രി ആവേണ്ട ഒരാളല്ലേ, ഇത് കൊടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു മാധ്യമ രംഗത്തെ എൻ്റെ ജീവിതത്തിലെ ഒരു ആദ്യത്തെ ഒരു അടിയാണ് എനിക്ക് കിട്ടിയെന്ന്. ഫേസ്ബുക്ക് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഒരു കോട്ടിട്ട് ബ്ലൂ കളറിലെ ഡ്രസ്സ് ഇട്ടിട്ട് കേക്ക് വായിച്ചു കൊടുക്കുന്നു. സതീഷിൻ്റെ ബർത്ത്ഡേക്ക് ഷിയാസിൻ്റെ ഒപ്പം ബർത്ത്ഡേക്ക് ഭാര്യയ്ക്കും കുഞ്ഞിനും അല്ല, സ്വന്തം കുഞ്ഞിനും അല്ല കൊടുക്കുന്നത്, ഈ കുട്ടിയുടെ വായിൽ കേക്ക് വെച്ച് കൊടുക്കുന്നു. പിന്നെ വേറൊരു വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് അങ്ങനെ 3 കേക്ക് മുറിക്കൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ഒരുപാട് പേര് എന്നോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം എന്താണ് ഇവർ തമ്മിലുള്ള ഒരു ആത്മബന്ധം എന്ന് സ്വാഭാവികമായിട്ടും കേരള ജനത ചിന്തിക്കുമല്ലോ.
പിന്നെ ഈ സതീശൻ അറിയാതെ ഈ കുട്ടി എന്തായാലും വരില്ലല്ലോ പറയാൻ. പിന്നെ ഈ കുട്ടിയുടെ പരാതി ഇങ്ങനെ 3 വർഷം പോക്കറ്റിലിട്ടിട്ട് നടന്നത് എന്തിനായിരുന്നു? എന്തിനു വേണ്ടി? എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് പാലക്കാട് മത്സരിപ്പിക്കാൻ അനുവദിച്ചു? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു പറയുക, നീ ആള് മിടുക്കനൊക്കെ കൊള്ളാം, പക്ഷെ ഇങ്ങനെ ഒരു അലിഗേഷൻ നിന്നെ കുറിച്ചുണ്ട്, ഇതിന്റെ റീസൺ എന്താണ് എന്ന് ചോദിക്കുക. അല്ലെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് കൺവിൻസ് ചെയ്യുകയാണ്, ഇതാ ഈ പുള്ളി എൻ്റെ ബോധ്യവും തെളിവുണ്ടെന്നാണല്ലോ പറയുന്നത്. ആ ബോധ്യം തെളിവ് ഇവനെ ബോധ്യപ്പെടുത്തിയിട്ട് പറയുക, ഇതാ ഇന്നൊക്കെ സംഭവം ഉണ്ട്, അതുകൊണ്ട് മോനെ നിന്നെ അതിന് പരിഗണിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു വേണേൽ ഇതാക്കാമായിരുന്നല്ലോ. ഓൾ ഓഫ് എ സഡൻ ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിഷയമായിട്ട് അതായത് ഇലക്ഷൻ അടുത്തോണ്ടിരിക്കുകയാണല്ലോ. ഇപ്പൊ കോൺഗ്രസിൽ ഇങ്ങനെ ഈ സമയത്ത് പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, നെഞ്ചോട് ചേർക്കുന്ന, ഒന്നും വേണ്ട ഈ പാർട്ടിയിൽ ചേർക്കുന്ന, അതായത് പുകച്ച് പുറത്ത് ചാടിക്കുന്നത്, ചാടിക്കുക, പുകച്ച് പുറത്ത് ചാടിക്കുക, അല്ലാത്തവരെ പുറത്താക്കുക, ഇയാളിങ്ങനെ തേരോട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവമായിട്ടാണ് ഈ കേക്കച്ചനും എന്താണ് ഈ പുത്രിയും കൂടി വന്ന് രംഗപ്രവേശനം ചെയ്ത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം ITV ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയത്തിലേക്ക് ചർച്ച ചെയ്യുവാൻ അല്ലെങ്കിൽ ഈ ഒരു വിഷയം ടേക്കപ്പ് ചെയ്യുവാൻ കാരണം ഞങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, രാഹുൽ ഇതിനകത്ത് പെണ്ണ് പിടിച്ചോ, രാഹുലിന്റെ സ്വഭാവശുദ്ധി എന്താണ് എന്ന് ഒരു സ്മാർത്ഥ വിചാരമായിരുന്നില്ല നമ്മുടെ ലക്ഷ്യം. ഇപ്രകാരം ഒരു ആരോപണം വന്നപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഒരു അപ്രോച്ച് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, സ്വന്തം മകളോട് എന്ത് കമ്മിറ്റ്മെന്റ് ഉള്ളത്, സ്വന്തം വളർത്തുമകളോട് എന്ത് കമ്മിറ്റ്മെന്റ് ഉള്ളത്, ഇപ്പൊ ആ ആസ്പെക്ട് പോലും നമ്മൾ നോക്കുന്നില്ല. അത് ഒരു പരിധി വരെ വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ ആസ്പെക്ട് എന്നുള്ള രീതിയിൽ വിട്ടുകളഞ്ഞാൽ പോലും ഇപ്രകാരം ഒരു ആരോപണം വന്നപ്പോൾ ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷനാണ്. 2 തവണ കരക്കിരുന്നിട്ട് ഇതുപോലെ ഇത്രയും അനുയോജ്യമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ കോൺഗ്രസിന് ഇതുവരെ സംജാതമായിട്ടില്ല. അപ്രകാരം ഒരു സുവർണാവസരം മുന്നിൽ വരുമ്പോൾ ഇപ്രധാനം ഒരു സില്ലി കേസിൽ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് ഇദ്ദേഹം കൈക്കൊണ്ടിരുന്ന നടപടി ഇതായിരുന്നു. ഇത്രയും വൈരാഗ്യ ബുദ്ധിയോടുകൂടി എന്തിന് ഇയാൾ ഈ നടപടി എടുത്തു? ഇത്രയും ആരോപണങ്ങളും കെട്ടിച്ചമയ്ക്കലും ഒക്കെ നടന്നിട്ടും ഈ 45 ദിവസം പിന്നിടുമ്പോൾ ഇവർക്ക് ഒരു തെളിവോ ഒരു പരാതിക്കാരിയോ ഈ ആരോപണം പറഞ്ഞവരെ കൊണ്ടുപോലും ഒരു പരാതി കൊടുക്കാൻ സാധിക്കാതെ നാണം കെട്ട് നാർന്നിക്കുന്ന സമയത്ത് വേണേൽ മലക്കം പറയാം, ഒരു ഉളുപ്പില്ലാത്തവനാണ് സതീശൻ. നിന്ന നിപ്പില് മലക്കം പറഞ്ഞ് മാപ്പ് പറയുന്നത് നമ്മൾ നിയമസഭയിൽ 3 ദിവസം മുമ്പ് അങ്ങനെ മുക്കുന്ന ഈ നാണംകെട്ട സതീശന് ഒരു എളുപ്പവുമില്ല, മലക്കം പറയാൻ യാതൊരു മടിയും ഇല്ലാത്ത സതീശൻ ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഇപ്പോഴും അഡമന്റ് ആയിട്ട് നിൽക്കുന്നത് എന്നാണ് നമുക്ക് ഉത്തരം കിട്ടാത്തത്. വത്സല പ്രസന്നകുമാർ എന്നോട് അന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അന്ന് ഞാൻ മഹിളാ കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി. എന്നോട് പറയുകയാണേ, ഈ എന്നെ അവിശ്വാസ പ്രമേയത്തിൽ ചവിട്ടി പുറത്താക്കി എൻ്റെ സ്ഥാനം തെറിപ്പിച്ചിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ചിരിച്ചോണ്ട് വരുവാണ്, എൻ്റെ കഴുത്തറുത്തിട്ടെന്ന്. ഇങ്ങനെ ഒരുത്തൻ കേരള രാഷ്ട്രീയത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതാണ് അവരെന്നോട് പറഞ്ഞതാ. എനിക്ക് തോന്നുന്നു ഇപ്പൊ 18 വർഷങ്ങളായി കാണും. സതീശൻ ചിരിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഈ സിബ് വലിക്കുന്ന മാതിരി, അതായത് ഒരു ചിരി എന്ന് പറഞ്ഞാൽ മീഡിയാസ് നോക്കുമ്പോൾ കറക്റ്റ് ക്യാമറ ഫോക്കസ് ആണെന്നുണ്ടെങ്കിൽ പുള്ളി ഒരു എന്താ പറയുന്നത്, ഒരു നമ്മൾ ഈ സിബ് വലിക്കുന്ന പോലെ പുള്ളി ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഒരു സ്മൈൽ വരും, പിന്നീട് അത് അപ്രത്യക്ഷമാവും. അത് എത്രയോ ആർട്ടിഫിഷ്യലാണ്. ഇത് ആരുടെയോ ഒരു ട്രെയിനിങ്ങിന് പോയിട്ട് ഇയാൾ ഇത്തരത്തിൽ നിന്ന് ബേസിക്കലി ഇയാൾ ആരാന്ന് ഇയാൾക്ക് നല്ല ഉത്തമ ബോധ്യമുണ്ട്. അന്നേരം ഇയാൾ വെറും പ്രിറ്റൻഡിങ് ആണെന്നും ഇയാളുടെ ബോഡി ലാംഗ്വേജും ഇയാളുടെ വേർഡും കാണാം. അന്നേരം നമ്മൾ ഇതിനകത്തൂടെ കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞാൽ ഇയാളുടെ ഈ കപടത, VD സതീശൻ പറയുന്ന ഈ സ്യൂഡോ പേഴ്സണാലിറ്റിയെ പിച്ച് ചെയ്ത് ജനങ്ങളുടെ മുന്നിൽ, ബാക്കി അവർ തിരഞ്ഞെടുക്കുകയോ പരാജയപ്പെടുത്തുകയോ ഒക്കെ ലെറ്റ് ദം ഡിസൈഡ്. ആസ് എ മീഡിയ, ആസ് എ റെസ്പോൺസിബിൾ മീഡിയ, ഈ ഒരു സിൻഡിക്കേറ്റ് മാധ്യമങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജനങ്ങളുടെ ശബ്ദമാകാൻ ശ്രമിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ശ്രമിക്കുന്നത് ഈ സത്യങ്ങൾ, നമുക്കറിയാവുന്ന സത്യങ്ങൾ, ഇദ്ദേഹത്തെ ഇൻഡെപ്ത് അറിയാവുന്ന സത്യസന്ധമായ വിവരങ്ങൾ നൽകാൻ പറ്റാവുന്ന ആളുകളിൽ നിന്നും ഇപ്പം ഞങ്ങൾക്ക് ലഭിക്കുന്ന ഈ വിവരങ്ങൾ ഞങ്ങൾ കൊടുക്കുന്നു. അതുപോലെ ഇന്ന് ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തെത്തി ഇപ്പോൾ മേഡവുമായിട്ട് സംസാരിച്ച് ഇപ്രകാരം നമ്മളുടെ അനുഭവങ്ങൾ ഞങ്ങൾ കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ 35 വർഷമായിട്ടും ഇയാളെ കൃത്യമായിട്ടും ഇത്രയും അറിയാവുന്ന സത്യസന്ധമായ ഒരു വിവരം അതേപടി അതിനകത്ത് ഒരു ഗിമ്മിക്കുമില്ലാതെ ജനങ്ങളിലേക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടെ നമ്മൾ ബാച്ചിലുള്ള എല്ലാവരെയും, കേസിനുവാളുടെ ബാച്ചിലുള്ള എല്ലാ ബ്ലോക്ക് പ്രസിഡന്റ്മാരെയും എല്ലാ ജില്ലാ ഭാരവാഹികളെയും എല്ലാവരെയും തന്നെ ഓൾമോസ്റ്റ് എന്താ പറയുക ഒതുക്കി നശിപ്പിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് പറയുവാനുള്ളത്, ഈ വീഡിയോ ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഈ VD സതീശൻ എന്ന് പറയുന്ന ഒതുക്കീശൻ വെട്ടിനിരത്തപ്പെട്ട നിങ്ങൾ അതിൻ്റെ വിക്ടിമാണോ? ഈ താഴെ കാണുന്ന സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങൾക്ക് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളിൽ പോയി നിങ്ങൾ സംസാരിച്ചാൽ അവർ കൊടുക്കത്തില്ലായിരിക്കാം, നിങ്ങളുടെ ശബ്ദം കേൾക്കത്തില്ലായിരിക്കാം. ഞങ്ങളുടെ ഡോർ ഓപ്പൺ ആണ്.
നിങ്ങൾക്ക് ഈ കേക്കച്ചനെ കുറിച്ച് ഒതുക്കീശനെ കുറിച്ച് എന്താണോ നിങ്ങൾക്ക് പറയുവാനുള്ളത്, ഇയാളെ എക്സ്പോസ് ചെയ്യാൻ പറ്റാവുന്ന, ഇയാളുടെ കപടത തുറന്നു കാണിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ വാക്കുകൾ ലോകം കേൾക്കും. അതാണ് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന വാക്ക്. ഇന്ന് ഈ എറണാകുളത്ത് വന്ന് മേഡവുമായി സംസാരിച്ച് ഈ വാക്കുകൾ ഞങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട ഉദ്ദേശം ഇവിടുത്തെ സാധാരണ ജനങ്ങൾ, ഇത് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരെയോ ഇത് എന്നാൽ ആയുധമായിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുള്ള CPM നേതാക്കന്മാരെയോ BJPക്കോ വേണ്ടുന്ന ഒരു മെറ്റീരിയലല്ല. ഇത് പ്യുവർലി ഫോർ ഇവിടുത്തെ സാധാരണക്കാരായ വോട്ടർമാർക്ക്, സാധാരണ ജനങ്ങൾക്കുള്ള ഒരു സന്ദേശമാണ്. ഈ VD സതീശൻ എന്ന് പറയുന്ന ഈ കപടമുഖം, ഇയാൾ ഒരു ലക്ഷ്യത്തോടെ കഴിഞ്ഞ 30-35 വർഷമായി ഇയാൾ ആസൂത്രണം ചെയ്ത് പലരെയും വെട്ടി നിരത്തി ഒതുക്കി, യാതൊരു എത്തിക്സും ഇല്ലാതെ, യാതൊരു മാനവസും ഇല്ലാതെ, ഒരു മുകളിൽ ഇതെല്ലാം ഒരാൾ കാണുന്നുണ്ട് എന്നൊരു ചിന്ത പോലും ഇല്ലാതെ, ഇത്രയും സ്വാർത്ഥനായ ഒരു ഏകാധിപത്യ ശൈലിയിൽ വരുന്ന ഒരാളാണോ നമ്മളെ ഭരിക്കേണ്ടുന്നത് എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കുവാൻ വേണ്ടിയാണ് ഇപ്രകാരം ഒരു ചർച്ച. ഞങ്ങൾ വളരെ ഇൻഫോർമൽ വേയിൽ ചെറിയൊരു 35 വർഷത്തെ ഒരു ചരിത്രം പറയുക എന്ന് പറയുന്നത് വളരെ ഒരു ഹെർക്കുലിയൻ ടാസ്കാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് അത് പങ്കുവച്ചു. നിങ്ങളത് ചിന്തിക്കുക, വിചിന്തനം ചെയ്യുക. ഇത്രയും നേരം ITV ന്യൂസ് പ്രേക്ഷകർക്ക് വേണ്ടി ഈ സമയം ചെലവഴിച്ച മേടത്ത് പ്രേക്ഷകരുടെ നാമത്തിൽ നന്ദി പറയുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.